ബാബരി മസ്ജിദിൽ തൊട്ടുപോകരുത് നിങ്ങൾ പറഞ്ഞ ആ കാലഘട്ടങ്ങളിലെല്ലാം തുടരുതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് നിന്നു. പൊളിഞ്ഞു വീഴുന്നതുവരെ എല്ലാവരും നമ്മൾ ഉറക്കെ പറഞ്ഞു തൊട്ടുപോകരുത് ഞങ്ങളുടെ പള്ളിയെന്ന്. നമ്മുടെ പത്രമാധ്യമങ്ങൾ എഴുതി, നമ്മുടെ സംഘടനകൾ എഴുതി, നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു. ദേശീയോത്ഗ്രഥന സമിതി യോഗം കൂടി. മതേതര പ്രസ്ഥാനങ്ങളെല്ലാം നമ്മളോടൊപ്പം നിന്നു. കാരണം നിങ്ങളത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒപ്പം നിന്നു. പക്ഷെ പൊളിഞ്ഞ് വീണതോടുകൂടി നിങ്ങൾ പറച്ചിൽ നിർത്തി. അപ്പം ഞങ്ങളും പുറകോട്ട് പോയി. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? പൊളിഞ്ഞതോടുകൂടി നിങ്ങൾ പറച്ചിൽ നിർത്തിയില്ലേ? ഞങ്ങളുടെ പള്ളി പണിത് തരൂ എന്ന് പൊളിയുന്നത് വരെ പറഞ്ഞ ആർജവത്തോടും ശബ്ദത്തോടും കൂടി പിന്നെ നമ്മൾ പറഞ്ഞോ? 25 കൊല്ലം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം പോലും എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് കാത്തിരുന്നു. അവർക്ക് മനസ്സിലായി നാളേറെ ചെല്ലും തോറും ആ പള്ളി വിസ്മൃതിയുടെ ആഴങ്ങളിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിനെക്കുറിച്ചുള്ള ഒരു തരത്തിലുള്ള അവകാശവാദങ്ങളും മുസ്ലിം സമുദായത്തിനില്ല എന്ന് ഉറപ്പുവരുത്തിയപ്പോൾ 25 കൊല്ലം കാത്തിരുന്നു അത് ഉറപ്പുവരുത്താൻ. ആ പള്ളി പൊളിച്ചോർക്ക് കൊടുത്തേരെന്ന് അപ്പോഴാണ് കോടതി പറഞ്ഞത്. അപ്പോഴും കോടതിക്ക് പേടിയുണ്ടായിരുന്നു വല്ല പ്രതികരണവും ശക്തമായി ഉയരുമോ എന്ന്. അതുകൊണ്ടാണ് അതിനു മുമ്പ് മാധ്യസ്ഥം നടത്താൻ കോടതി പറഞ്ഞത്. പ്രതികരണത്തെയാണ് പേടിക്കുന്നത്. തീർച്ചയായും പ്രതികരണത്തിന് അർത്ഥമുണ്ട്. പൊന്നാനിയിലെ മൗനത്തുൽ ഇസ്ലാമിന് നേരെ തന്നെയല്ലേ? മൗനത്തുൽ ഇസ്ലാമിൻ്റെ പൈതൃകം എന്താ, പാരമ്പര്യം എന്താ? അതിന് നേരെ ഒരുത്തൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ കോടതി അതിനകത്ത് ഇടപെടുകയാണ്. ഗ്യാൻവാപ്പിയിൽ സംഭവിച്ചതുപോലെ. ഇത് കേരളമാണെന്ന് ഓർക്കണം. പക്ഷേ ഇതിവിടെ സംഭവിക്കുമ്പോഴും ഇതെന്ത് കൊള്ളരുതായികയാണെന്ന് ചോദിക്കാൻ നമ്മുടെ ബഹുമാന്യരായ മതേതരന്മാരില്ലാതാകുമ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അസ്തിത്വ രാഷ്ട്രീയമോ അസ്തിത്വ സംഘടിതത്വം അത് എന്തിൻ്റെ പേരിലായിക്കൊള്ളട്ടെ, അത് തന്നെയാണ് ആവശ്യം. നമ്മുടേതാകണം. അജണ്ടകൾ നാം നിശ്ചയിക്കണം. നമ്മുടെ അജണ്ടകൾ മറ്റുള്ളവർ നമുക്ക് വേണ്ടി നിശ്ചയിച്ചു തരികയില്ല എന്ന് നാം മനസ്സിലാക്കിയെങ്കിലല്ലാതെ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ബാബരി മസ്ജിദിൻ്റെ അതേ വഴിയിൽ പൊളിച്ചിട്ടില്ല അമ്പലമെങ്കിലും, പള്ളി പൊളിച്ചത് തെറ്റാണെങ്കിലും, വിഗ്രഹം വെച്ചത് തെറ്റാണെങ്കിലും പൊളിച്ചവന് പള്ളി കൊട് എന്ന് പറഞ്ഞ അതേ വഴിയിൽ ഗ്യാൻവാപ്പിയിലും കോടതി സഞ്ചരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇത് തെറ്റാണെന്ന് പറയുന്ന ശബ്ദം പോലും ഇല്ലാതെ പോയാൽ പിന്നെ ഇതൊരിക്കലും ബാബരി മസ്ജിദിന് ശേഷം നിർമ്മിക്കപ്പെട്ട പിടിച്ചുപറി അമ്പലം അതൊരിക്കലും മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമാവുകയില്ലല്ലോ. ഞാനല്പം വേദനയോടുകൂടി ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പറയട്ടെ, രാമക്ഷേത്രം മതേതരത്വത്തിൻ്റെ പ്രതീകമാണെന്ന് വരെ പറഞ്ഞു കളഞ്ഞില്ലേ? എനിക്ക് വേദനയുണ്ട്, നിങ്ങൾക്കുണ്ടായാലും ഇല്ലേലും ഇല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ പിന്നെ എന്തേലും ഇനി പറയാനുണ്ടോ? നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പക്ഷേ നമ്മുടെ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്നും എന്തോ കാരണമെന്തൊന്നും എനിക്കറിയില്ല, അത്തരം ശബ്ദങ്ങൾ വരുമ്പോൾ സത്യത്തിൽ ഇത്തരം ശബ്ദങ്ങൾ എന്നേക്കുമായി നിലച്ചു പോവുകയാണോ? പ്രതിരോധത്തിൻ്റെ, പ്രതികരണത്തിൻ്റെ ശബ്ദങ്ങൾ എന്നേക്കുമായി നമ്മുടെ രാജ്യത്ത് നിലച്ചു പോവുകയാണോ എന്ന കനത്ത ഭീതി എനിക്കുണ്ട്. നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാകേണ്ടതുണ്ട്. നമുക്കൊരുപാട് ഉത്തരവാദിത്വങ്ങൾ നമ്മുടെ തലകളിലേക്ക്, നമ്മുടെ ശിരസിലേക്ക് വന്ന് കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് എന്ന് സംബന്ധിച്ച് നിങ്ങളോടൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇനിയും നിങ്ങളത് അറിയാത്തവരാണെങ്കിൽ എൻ്റെ ഒരു പ്രസംഗം കൊണ്ട് നിങ്ങളോട് അറിയാൻ പോകുന്നൊന്നുമില്ല. അത്രമേൽ ഭീകരമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി. ദേശീയ സാഹചര്യങ്ങളും കേരളീയ സാഹചര്യങ്ങളും കണ്ടില്ലേ? കേരളത്തിൽ തന്നെ പള്ളികൾ ഇടിച്ചു നിരത്തുക എന്ന് പറയുന്നത് രാജ്യത്ത് ഭരണകൂട പിന്തുണയോടുകൂടി ഒരു ആഘോഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മദ്രസകൾ ഇടിച്ചു തകർക്കുക എന്നത്, എത്രയോ അനധികൃത കെട്ടിടങ്ങൾ ഈ രാജ്യത്തിൻ്റെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ എത്ര അനധികൃത കെട്ടിടങ്ങളുണ്ട് എന്നൊരു കണക്കെടുപ്പ് നടത്തിയാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോകും. സർക്കാർ ഭൂമികൾ പിടിച്ചെടുത്ത്, വഖഫ് ഭൂമികൾ തന്നെ പിടിച്ചെടുത്ത് അനധികൃതമായി സർക്കാരും സ്വകാര്യ വ്യക്തികളും പണിത കോടിക്കണക്കിന്, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വഖഫ് സ്വത്തുക്കൾ, അതുപോലെ തന്നെ അനധികൃത നിർമ്മാണങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആകെയുള്ള ഒരേ ഒരു അനധികൃത നിർമ്മാണം ന്യൂഡൽഹിയിലെ ഗജറൗളിയിലാണ് എന്ന് തീരുമാനിച്ച് അവിടുത്തെ പള്ളിയും മദ്രസയും പോയി ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തുന്നത്. ആകെയുള്ള ഒരു അനധികൃത നിർമ്മാണം രാജ്യത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ ഉള്ള സംഭവങ്ങൾ ഒന്നൊന്നായി. പക്ഷേ ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആരെങ്കിലും അലോസരമുണ്ടാക്കുമെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പക്ഷേ എനിക്കത് പറയുക തന്നെ വേണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മെ രക്ഷിച്ചുകൊള്ളാം, നമ്മെ കാത്തുകൊള്ളാം, നമുക്കൊന്നും വരികയില്ല എന്ന് എത്രയോ കാലമായി സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ള, നാം പ്രതീക്ഷ അർപ്പിച്ച ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് ഇവിടെ.
രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് ഇവിടെ, മതേതര പ്രസ്ഥാനങ്ങളുണ്ട് ഇവിടെ. അവരെക്കുറിച്ചുള്ള പ്രതീക്ഷകളൊന്നും നമുക്ക് കൈവിട്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞേക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ ധ്വംസനാനന്തര ദുരന്തങ്ങൾ നാം കാണുകയാണ്. അവിടെ ഇന്ന് ദേശീയ ആഘോഷമാക്കി മാറ്റിയ ഒരു രാമക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷം ഇനി ഒരു പള്ളിക്ക് വേണ്ടി ഒഴിച്ചിടപ്പെട്ട സ്ഥലത്തിൽ പള്ളി പണിയാനും ഉയരാനും പോവുകയാണ്. പക്ഷേ ആ ആഘോഷത്തിൻ്റെ തുടർചലനം എന്ന നിലയിൽ സാധാരണ ഭൂകമ്പങ്ങളുടെ തുടർചലനങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരം തുടർചലനങ്ങൾ എന്ന നിലയിൽ നാം കണ്ടു ഗ്യാൻവാപ്പി മസ്ജിദിന് നേരെ നടക്കുന്ന കയ്യേറ്റങ്ങൾ. ഒരു ഗ്യാൻവാപ്പി മസ്ജിദുമല്ല ലക്ഷ്യം, 3 വിട്ടുതരണമെന്നാണ് ഇപ്പം ഒരു മുഖ്യമന്ത്രി തന്നെ പറയുന്നത്. ഒരു മുഖ്യമന്ത്രി ഭരണഘടനാദത്തമായ ബാധ്യതകൾ നിർവഹിക്കാൻ വിധിക്കപ്പെട്ടവനാണെന്ന ഉത്തരവാദിത്വം പോലും മറന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയോ നിയമവ്യവസ്ഥയോ ഞാൻ അശേഷം പേടിക്കാൻ തയ്യാറല്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ അധീനത്തിലിരിക്കുന്ന മറ്റ് 2 പള്ളികൾ കൂടി അവകാശവാദം പരസ്യമായി ഒരു മുഖ്യമന്ത്രി ഉന്നയിക്കുമ്പോൾ ഈ മുഖ്യമന്ത്രിക്കെതിരിൽ നടപടിയെടുക്കാൻ ബാധ്യസ്ഥമായ നീതിപീഠങ്ങൾ മൗനം ദീക്ഷിക്കുകയാണ്. ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ അടിക്കടി ആവർത്തിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, മതേതര പ്രസ്ഥാനങ്ങൾ നമ്മളെ രക്ഷിച്ചുകൊള്ളും. നാം ഏതായാലും നമ്മുടേതായ അസ്തിത്വത്തിൻ്റെ പേര് പറഞ്ഞ് സംഘടിക്കണ്ട എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചത്. അങ്ങനെയാണ് നമ്മളോട് അവർ പഠിപ്പിച്ചതും. അസ്തിത്വത്തിൻ്റെ പേര് പറഞ്ഞ് ഇസ്ലാമിക സമൂഹം സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടായാൽ മറ്റുള്ളവർ നിങ്ങൾക്കെതിരിൽ സംഘടിച്ച് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ ഓർക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരാശ്വാസത്തിൻ്റെ ഒരു കുളിർവാക്കെങ്കിലും ശക്തമായ നിലയിൽ ഇപ്പോഴല്ലെങ്കിൽ മറ്റേത് സമയത്താണ് നമുക്ക് ലഭിക്കേണ്ടത് ഈ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്ന്. മതേതര പ്രസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് പോലും നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട്, ഈ ഫാസിസത്തോട് ഞങ്ങൾ ഒരിക്കലും പൊരുത്തപ്പെടില്ല എന്ന് ഒന്നുറക്കെ പറയുന്ന ഒരു ശബ്ദം പോലും ഇന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഏറെ വേദനാജനകമാണ്. ഞാനിത് പറയുമ്പോൾ കോൺഗ്രസ് നമ്മുടെ പ്രതീക്ഷയാണ്. ഒരു ഭരണമാറ്റം നമ്മൾ കൊതിക്കുകയാണ്. അതിൻ്റെ നേതാവ് ലീഡർ രാഹുൽ ഗാന്ധി നമുക്കൊരു പ്രതീക്ഷ സമ്മാനിക്കുന്നു. അദ്ദേഹം നാളെ ഒരു പ്രധാനമന്ത്രിയായി കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ അവരും ഭയത്തിലാണ്. മണിപ്പൂർ കലാപത്തിൻ്റെ പേരിൽ അവർ അവിശ്വാസ പ്രമേയം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ വന്നു. മണിപ്പൂർ കലാപത്തിൻ്റെ പ്രതികളെ പിടിച്ചു കെട്ടണമെന്നും അതുപോലെ തന്നെ കേന്ദ്ര ഭരണകൂടം മൗനം വെടിയണമെന്നും കലാപകാരികളെ അമർച്ച ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിക്കുമ്പോൾ തന്നെയാണ് ഹരിയാനയിലെ നൂഹ് എന്ന സ്ഥലത്ത്, നൂഹ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്, അവിടെ ബുൾഡോസർ രാജ് നടപ്പാക്കിക്കൊണ്ട് 100 കണക്കിന് മുസ്ലിം ഭവനങ്ങൾ ഇടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ വിശ്വാസ പ്രമേയം ബഹുമാന്യനായ രാഹുൽ ഗാന്ധി തൻ്റെ പ്രൗഢമായ പ്രസംഗത്തിലൂടെ അവതരിപ്പിക്കുന്നത്. പക്ഷെ അദ്ദേഹം അറിയാതെ പോലും അദ്ദേഹത്തിൻ്റെ നാക്കിൽ ഹരിയാന എന്നോ നൂഹെന്നോ ഒരു വാക്ക് പോലും വന്നില്ല എന്നത് എത്ര വേദനാജനകമാണ്. ഞാനൊരു രാഷ്ട്രീയ വിമർശനം നടത്തുകയല്ല, സാധ്യമാകുന്നില്ല അവർക്കത്. നമ്മുടെ പ്രശ്നം എല്ലാവരും കൈവിട്ടിരിക്കുന്നു. നമ്മുടെ പ്രശ്നം ആർക്കും ഒരു പ്രശ്നമേ അല്ലാതായി മാറിയിരിക്കുന്നു എന്നല്ലേ അതിനർത്ഥം? അല്ലാതായിരിക്കുന്നു എന്നല്ല, ആകണമെന്ന് ആഗ്രഹിച്ചാലും അവർക്കത് ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു ദുരിതപൂർണമായ സാഹചര്യം രാജ്യത്ത് സംജാതമായിരിക്കുന്നു. ഈ സാഹചര്യത്തെ നമ്മളെങ്ങനെയാണ് കാണേണ്ടത്? നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ സംഘടിക്കരുത്, നിങ്ങൾ പ്രതിരോധിക്കരുത്, നിങ്ങൾ പ്രതിഷേധിക്കരുത്, അസ്തിത്വ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കരുത്. അങ്ങനെ പിടിച്ചാൽ കുഴപ്പമുണ്ടാവും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പ്രശ്നത്തിൻ്റെ പരിഹാരമെന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹമോ എൻ്റെ അസ്തിത്വ ബോധത്തിലേക്കും അസ്തിത്വ സംഘടനാ സംവിധാനങ്ങളിലേക്കും തിരിച്ചു വരിക എന്നുള്ളതല്ലാതെ മറ്റൊന്നുമല്ലെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. കാരണം ഈ രാജ്യത്ത് അസ്തിത്വബോധത്തോടുകൂടി രാഷ്ട്രീയമായി സംഘടിച്ച് നിൽക്കുന്ന ഇന്ത്യ രാജ്യത്തെ 1, 2, 3 കേന്ദ്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നേതെന്നറിയോ? കേരളമാണ്. അസ്തിത്വ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അസ്തിത്വ രാഷ്ട്രീയം ആരെങ്കിലും ഉയർത്തിപ്പിടിച്ചാൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്നാൽ മതി, മതേതര രാഷ്ട്രീയ ചേരിയുടെ ഭാഗമായാൽ മതി. അസ്തിത്വ രാഷ്ട്രീയം വന്നാൽ ഫാസിസം വളരും, ഹിന്ദു വർഗീയത വളരും എന്ന് പറയുന്നവർ അവരൊന്ന് പറയട്ടെ. അസ്തിത്വ രാഷ്ട്രീയം ഏറ്റവും ശക്തമായി MLA-മാരെ ജയിപ്പിച്ച് മന്ത്രിമാരെ സൃഷ്ടിച്ച് പാർലമെൻറ്റിൽ MP-മാരെ സമ്മാനിക്കാൻ കഴിഞ്ഞ അസ്തിത്വ രാഷ്ട്രീയം കേരളത്തിൽ ഉയർത്തിപ്പിടിച്ചിട്ട് BJP അല്ലെങ്കിൽ ഹിന്ദു വർഗീയത കേരളത്തിലാണോ വളർന്നത്, മറ്റ് സ്റ്റേറ്റുകളിലാണോ? യഥാർത്ഥത്തിൽ BJP വളരാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം എന്ന് പറയാൻ നമുക്ക് കഴിയുന്നത് കേരളത്തെക്കുറിച്ചല്ലേ? അപ്പോൾ
അസ്തിത്വ രാഷ്ട്രീയം, അസ്തിത്വബോധം ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടല്ല ഇവിടെ വർഗീയത വളരുന്നത് അല്ലെങ്കിൽ ഫാസിസം വളരുന്നത് എന്ന് കേരളം തെളിയിക്കുകയാണ്. ഈ അടുത്ത ദിവസം നമ്മൾ തെലങ്കാനയിൽ ഒരു ഇലക്ഷൻ നമ്മൾ കണ്ടു. തെലങ്കാനയിലുമുണ്ട് ഇതുപോലെ. ഹൈദരാബാദ് കേന്ദ്രമായി തെലങ്കാനയിലും ഉണ്ട് ഇതുപോലെ ഒരു അസ്തിത്വ രാഷ്ട്രീയത്തിൻ്റെ സംവിധാനം. അസദുദ്ദീൻ ഉവൈസിയുടെ നേതൃത്വത്തിൽ അവിടെയും അദ്ദേഹത്തിനുമുണ്ട് 2 MP-മാർ, അദ്ദേഹത്തിനുമുണ്ട് നിയമസഭയിൽ MLA-മാർ. അദ്ദേഹം ഹൈദരാബാദിനെ ഏതാണ്ട് ഗ്രേറ്റർ ഹൈദരാബാദിനെ അദ്ദേഹം അടക്കി ഭരിക്കുന്നത് പോലുണ്ട്. തികഞ്ഞ അസ്തിത്വ രാഷ്ട്രീയം തന്നെയാണത്. ആരോടും അലോസരത്തിന് പോകാതെ അസ്തിത്വ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടകളിൽ അല്പം പോലും വിട്ടുവീഴ്ച ചെയ്യാതെ അദ്ദേഹം ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുമ്പോഴും അവിടെ BJP വളരുന്നില്ല. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പോലും അവിടെയും വളർന്നത് മതേതര പ്രസ്ഥാനമാണ് എന്നാണ് നമ്മൾ കാണുന്നത്. അസ്തിത്വ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ വർഗീയതയ്ക്കോ ഫാസിസത്തിൻ്റെ വളർച്ചയ്ക്ക് മണ്ണാവുകയല്ല, മറിച്ച് അവരെ കുഴിച്ചു മൂടുകയാണ് അസ്തിത്വ രാഷ്ട്രീയം ഉള്ളിടത്തെന്നല്ല ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത്. അല്ലേ? എന്തിനാണ് ഈ അസ്തിത്വ രാഷ്ട്രീയത്തെക്കുറിച്ച് രാഷ്ട്രീയക്കാർ പറഞ്ഞ് പേടിപ്പിക്കുന്നത്? എന്നാൽ അസ്തിത്വ രാഷ്ട്രീയം നമുക്ക് മാറ്റിവെക്കാം. അങ്ങനെയെങ്കിൽ ഈ നമ്മുടെ അസ്തിത്വ പ്രശ്നങ്ങളെ ഈ രാഷ്ട്രീയക്കാരൊന്ന് അഡ്രസ്സ് ചെയ്യുമോ? അതിനൊട്ടവർ തയ്യാറുമല്ലാത്തൊരു സാഹചര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ബഹുമാന്യനായ നമ്മുടെ ഉസ്താദ് പറഞ്ഞു, മഹൽ ഭാരവാഹികൾക്കുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങളെന്ന് പറയുന്നത് അവരെ ഒരു അമാനത്തായി അള്ളാഹു ഏൽപ്പിച്ച് തന്നിരിക്കുന്ന, അവർക്ക് വലിയ ആദരവുണ്ട്, അവരെൻ്റെ കുടുംബക്കാരാണ്, അഹ്ലുള്ളയാണ് എന്ന് അള്ളാഹു അംഗീകരിക്കുകയും വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് എന്ന് പറഞ്ഞ നമുക്കത്രയും വലിയ ബഹുമതി ലഭിക്കാൻ കാരണമായത് നമ്മുടെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ ചുമലിലുള്ളതിൻ്റെ പേരിലാണ്. ഒരിക്കലും അള്ളാഹു നമ്മെ വെറുതെ വിടില്ല. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി ഫൽഅമീറുല്ലദി അലന്നാസി റാഇൻ അലൈഹിം. നിങ്ങളെല്ലാവരും ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാണ്. ഓരോ വ്യക്തിയെക്കുറിച്ചും റസൂലുള്ളാഹി പറയുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ട് ചില ഉത്തരവാദിത്വം, ചില മാനേജ്മെൻറ്റുകൾ ഉണ്ട്. ഫൽഅമീറുല്ലദി അലന്നാസി റാഇൻ അലൈഹിം. ജനങ്ങൾ നേതാവായി തിരഞ്ഞെടുത്തവർ അമീർ ആ ജനങ്ങളുടെ മുഴുവൻ കാര്യങ്ങൾക്കും കണക്ക് പറയേണ്ടവനാണ്. കണ്ടങ്കന്തറ മുസ്ലിം ജമാഅത്തിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ഇസ്ലാമിക ആത്മീയ നിലവാരത്തെക്കുറിച്ച് കണ്ടന്തറ മുസ്ലിം ജമാഅത്തിൻ്റെ ഭാരവാഹികളോടും ബഹുമാന്യനായ ഉസ്താദിനോടും എന്നോട് എൻ്റെ മഹലിനെ കുറിച്ച് ചോദ്യങ്ങളുണ്ടാകും. നാളെ റബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് വെറുതെ പോയി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഏറ്റെടുത്ത ഉത്തരവാദിത്വം ഒറ്റയ്ക്കൊരു മഹലിന് നിർവഹിക്കാനാകുന്നില്ലെങ്കിൽ കൂട്ടായ്മകൾ സൃഷ്ടിച്ചുകൊണ്ട് പരസ്പരം പ്രചോദനങ്ങൾ പങ്കിട്ടെടുത്തുകൊണ്ട് നമുക്കത്തരം കാര്യങ്ങളിൽ എന്ത് ചെയ്യാനാകുമെന്ന് ആലോചിച്ച് നമ്മുടെ ഉമ്മത്തിനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക എന്ന് പറയുന്ന ഭാരിച്ച ഒരു ദൗത്യം നിർവഹിക്കുക എന്നത് ഓരോ മഹൽ ഭാരവാഹിയുടെയും ബാധ്യതയാണ്. അത് മഹൽ കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. മഹൽ കൂട്ടായ്മ പ്രധാനമായും മഹലിൻ്റെ വൈജ്ഞാനിക ആത്മീയ വിദ്യാഭ്യാസ സാമ്പത്തിക ശാക്തീകരണം എന്നതിന് ഒന്നാമത്തെ അജണ്ടയായി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പദ്ധതി മഹൽ കൂട്ടായ്മയുടെ അതിൻ്റെ പ്രധാനപ്പെട്ട കർമ്മപരിപാടികളിൽ ഒന്നാണ്. അത് ഒന്നും നിർവഹിക്കാതെ ബഹുമാന്യനായ ഉസ്താദ് പറഞ്ഞ പോലെ എന്താണ് പലപ്പോഴും സംഭവിക്കുന്നത്? ഇന്ന് നമ്മുടെ മഹല്ലുകളെല്ലാം വളർന്നു, അനിഷേധ്യമായ വളർച്ച കൈവരിച്ചിട്ടുണ്ട്. ഓരോ മഹല്ലും വലുതായോ എന്ന് നോക്കുന്നത് അതിൻ്റെ ഭൗതിക വളർച്ച കണ്ടിട്ട. എന്തോ ഒരു മികച്ച ബിൽഡിങ്ങാണ്. മസാജിദുഹും ആമിറ വഹി ഖറാബും മിനൽ ഹുദ എന്ന് പറഞ്ഞ പള്ളികളാകുമോ അത് എന്ന് ഭയപ്പെടേണ്ട വിധം ഘനഗംഭീരമായി കെട്ടിപ്പൊക്കപ്പെട്ട പള്ളികൾ. പക്ഷേ സന്മാർഗത്തിൽ നിന്ന് അതിൻ്റെ അകത്തളങ്ങൾ കാലിയാണ് എന്ന് പറഞ്ഞ വിധത്തിലേക്ക് നമ്മുടെ പള്ളികൾ മാറുന്നുവോ? വലിയ പള്ളികളാണ്, മദ്രസകളാണ്, വലിയ വരുമാനങ്ങളാണ്. ഇപ്പോൾ പള്ളി നടത്തിപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മഹല്ല് നിവാസികളുടെ നേരെ മുമ്പിൽ കൈനീട്ടി കാശിന് വേണ്ടി പണപ്പിരിവുമായി ഇറങ്ങിത്തിരിക്കേണ്ട ഗതികേട് മഹൽ ഭാരവാഹികൾക്ക് എവിടെയും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ വലിയ ബാധ്യതകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഭാരവാഹിയാകാൻ വേണ്ടിയിട്ട് വലിയ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മഹൽ നിവാസികളുടെ ഓരോ വ്യക്തികളുടെയും കൂട്ടായ്മ ഉറപ്പുവരുത്തുക എന്നത് നമ്മുടെ ഒരു ബാധ്യതയായി നമ്മൾ ഏറ്റെടുക്കണം. ഒരു മഹൽ ഭാരവാഹിയെ മഹലിലെ ഒരു മെമ്പർ അറിയാതെ പോയാൽ, അല്ലെങ്കിൽ ഒരു മഹൽ ഭാരവാഹി മഹലിലെ ഒരു മെമ്പറെ അറിയാതെ പോയാൽ അത് എങ്ങനെയായിരിക്കും പടച്ച റബ്ബിൻ്റെ മുമ്പിൽ നാളെ ന്യായീകരിക്കപ്പെടുക എന്ന് ഓരോ ഭാരവാഹികളും ആലോചിക്കണം. ഇതൊക്കെ വലിയ ഉത്തരവാദിത്വങ്ങളാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ഉത്തരവാദിത്വങ്ങളിൽ നമുക്ക് മാർഗനിർദ്ദേശം തന്നുകൊണ്ട് നമുക്ക് കൃത്യമായ നിലയിൽ നമ്മെ പ്രേരണകൾ നൽകിക്കൊണ്ട് നമ്മോടൊപ്പം ഏതെങ്കിലും പ്രസ്ഥാനമുണ്ട് എങ്കിൽ അൽഹംദുലില്ലാ അതിനോടൊപ്പം നമ്മളും ചേർന്ന് കൊടുക്കണം. അത് ഏത് പ്രസ്ഥാനമായാലും വേണ്ടില്ല. ഈ പണി ചെയ്തുകൊണ്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന ഏത് സംഘടനയോടും ചേർന്ന് കൊടുക്കണം. അതായത് സംഘടനയാണെന്ന് ഞാൻ പ്രത്യേകം അന്വേഷിക്കാൻ കൊണ്ട് ആര് ചെയ്താലും അതിനോട് ചേർന്ന് നിൽക്കണം. പക്ഷേ അത്തരം പ്രേരണകളൊക്കെ കുറഞ്ഞുപോയി.
സഹോദരങ്ങളെ, ഒരു വശത്ത് നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ മഹല്ലിനെ അതിൻ്റേതായ ആ പരിമിതികളിൽ നിന്നുകൊണ്ട് നാം ആത്മീയമായി അവരെ ബൗദ്ധികമായി അവരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി അവരെ നാം വളർത്തിയെടുക്കുന്നതോടൊപ്പം തന്നെ നാം പൊതുവിൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഇത്തരത്തിൽ നമുക്കിനി എത്ര കാലം ജീവിക്കാനാകുമെന്ന ഒരു വലിയ ചോദ്യം രാജ്യവ്യാപകമായി നമ്മുടെ നേരെ ഉയർന്നു വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, 700 കൊല്ലം മുസ്ലിമീങ്ങൾ ആരാധന നടത്തിയിരുന്ന പള്ളിയും അവരുടെ മദ്രസയുമാണ്. അന്നും തലേ ദിവസവും അവിടെ ദറസിൽ 30ഓളം വിദ്യാർത്ഥികൾ ദറസ് നടത്തിയിരുന്ന ഗജറോളി മസ്ജിദാണ്. തലേന്ന് അവരോട് നിർബന്ധമായും നിങ്ങൾ പുറത്തു പോകണം, പള്ളി തകർക്കാൻ പോവുകയാണെന്ന് ആവശ്യപ്പെട്ടവരെ പുറത്താക്കിയിട്ട് ഇടിച്ചങ്ങ് നിരത്തുന്നത്. ഇത് എവിടെയാണ് വന്നുകൂടാത്തത്? അത് സംഭവിച്ചതുകൊണ്ട് ഇവിടെ ഏതാകാശമാണ് ഇവിടെ ഇടിഞ്ഞു വീണത്? എന്ത് പുകിലാണ് ഈ രാജ്യത്തുണ്ടായത്? ആർക്കാണ് അതിൻ്റെ പേരിൽ എന്തെങ്കിലും അലോസരമുണ്ടായത്? അത് ബാബരിക്ക് സംഭവിച്ചപ്പോൾ, അത് ഗ്യാൻവാപ്പിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് നാളെ കാശിക്ക് വരുമ്പോൾ, ഗജറോളിക്ക് വരുമ്പോൾ, ഇനിയും എണ്ണിയാൽ ഞാനതൊന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ല, ഒന്ന് ലിസ്റ്റ് ചെയ്തുകൊണ്ട് വരണമെന്ന് വിചാരിച്ചു, അതൊന്നും ചെയ്തില്ല, അതിനുള്ള സമയമില്ല. അത് നീട്ടി വായിച്ചാൽ നമുക്ക് ഒരുപാട് സമയമെടുക്കുന്ന വിധത്തിൽ നീണ്ട ലിസ്റ്റായി ഇപ്പോൾ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുക. 3000 പള്ളികളാണ് ഞങ്ങളുടെ അജണ്ടയെന്ന് ബാബരി മസ്ജിദ് പൊളിക്കുന്ന കാലത്ത് അശോക് സിംഗാൾ രാജ്യം മുഴുവൻ പാടി നടന്നതാണ്. അന്ന് 3003 പള്ളികൾ അവരുടെ അജണ്ടയാണ് എന്ന് നമ്മളോട് പറയപ്പെട്ടപ്പോൾ നമ്മളത് കേട്ട് പുച്ഛിച്ചു. പക്ഷേ അത് സത്യമായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് 3000 പള്ളികൾ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നിപ്പോൾ പച്ചയായി ഒരു പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ആ 3000 പള്ളികളിൽ ഏത് പള്ളിയാണ് വന്നുകൂടാത്തത്? പൊന്നാനിയിലെ ഏതോ ഒരു പള്ളിയിലേക്ക് വന്നില്ലേ? പൊന്നാനിയിലെ ഏതോ ഒരു സ്ഥാപനത്തിന് നേരെ, മഅൂനത്തുൽ ഇസ്ലാമിന് നേരെ തന്നെയല്ലേ? മഅൂനത്തുൽ ഇസ്ലാമിൻ്റെ പൈതൃകം എന്താ, പാരമ്പര്യം എന്താ? അതിന് നേരെ ഒരുത്തൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ കോടതി അതിനകത്ത് ഇടപെടുകയാണ്. ഗ്യാൻവാപ്പിയിൽ സംഭവിച്ചതുപോലെ. ഇത് കേരളമാണെന്ന് ഓർക്കണം. പക്ഷേ ഇതിവിടെ സംഭവിക്കുമ്പോഴും ഇതെന്ത് കൊള്ളരുതായികയാണെന്ന് ചോദിക്കാൻ നമ്മുടെ ബഹുമാന്യരായ മതേതരന്മാരില്ലാതാകുമ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അസ്തിത്വ രാഷ്ട്രീയമോ അസ്തിത്വ സംഘടിതത്വം അത് എന്തിൻ്റെ പേരിലായിക്കൊള്ളട്ടെ, അത് തന്നെയാണ് ആവശ്യം. നമ്മുടേതാകണം. അജണ്ടകൾ നാം നിശ്ചയിക്കണം. നമ്മുടെ അജണ്ടകൾ മറ്റുള്ളവർ നമുക്ക് വേണ്ടി നിശ്ചയിച്ചു തരികയില്ല എന്ന് നാം മനസ്സിലാക്കിയെങ്കിലല്ലാതെ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞങ്ങൾ നിങ്ങളുടെ അജണ്ട തീരുമാനിക്കാം എന്ന് ഒരു പ്രസ്ഥാനവും നമ്മുടെ രാജ്യത്ത് പറയില്ല നമ്മളോട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത്, അതിനോടൊപ്പം ഞങ്ങൾ നിൽക്കാം. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ഞങ്ങളല്ല. അതാണ് അവർ പറയുന്നത്. ബാബരി മസ്ജിദിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞു, അതിനോടൊപ്പം ഞങ്ങൾ നിന്നു. ബാബരി മസ്ജിദിൽ തൊട്ടുപോകരുത് നിങ്ങൾ പറഞ്ഞ ആ കാലഘട്ടങ്ങളിലെല്ലാം തുടരുതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് നിന്നു. പൊളിഞ്ഞു വീഴുന്നത് വരെ എല്ലാവരും നമ്മൾ ഉറക്കെ പറഞ്ഞു, തൊട്ടുപോകരുത് ഞങ്ങളുടെ പള്ളിയെന്ന്. നമ്മുടെ പത്രമാധ്യമങ്ങൾ എഴുതി, നമ്മുടെ സംഘടനകൾ എഴുതി, നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു. ദേശീയോത്ഗ്രഥന സമിതി യോഗം കൂടി. മതേതര പ്രസ്ഥാനങ്ങളെല്ലാം നമ്മളോടൊപ്പം നിന്നു. കാരണം നിങ്ങളത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒപ്പം നിന്നു. പക്ഷെ പൊളിഞ്ഞ് വീണതോടുകൂടി നിങ്ങൾ പറച്ചിൽ നിർത്തി. അപ്പം ഞങ്ങളും പുറകോട്ട് പോയി. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? പൊളിഞ്ഞതോടുകൂടി നിങ്ങൾ പറച്ചിൽ നിർത്തിയില്ലേ? ഞങ്ങളുടെ പള്ളി പണിത് തരൂ എന്ന് പൊളിയുന്നത് വരെ പറഞ്ഞ ആർജവത്തോടും ശബ്ദത്തോടും കൂടി പിന്നെ നമ്മൾ പറഞ്ഞോ? 25 കൊല്ലം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം പോലും എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് കാത്തിരുന്നു. അവർക്ക് മനസ്സിലായി, നാളേറെ ചെല്ലുന്തോറും ആ പള്ളി വിസ്മൃതിയുടെ ആഴങ്ങളിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിനെക്കുറിച്ചുള്ള ഒരു തരത്തിലുള്ള അവകാശവാദങ്ങളും മുസ്ലിം സമുദായത്തിനില്ല എന്ന് ഉറപ്പുവരുത്തിയപ്പോൾ 25 കൊല്ലം കാത്തിരുന്നു അത് ഉറപ്പുവരുത്താൻ. ആ പള്ളി പൊളിച്ചോർക്ക് കൊടുത്തേരെന്ന് അപ്പോഴാണ് കോടതി പറഞ്ഞത്. അപ്പോഴും കോടതിക്ക് പേടിയുണ്ടായിരുന്നു, വല്ല പ്രതികരണവും ശക്തമായി ഉയരുമോ എന്ന്. അതുകൊണ്ടാണ് അതിനു മുമ്പ് മാധ്യസ്ഥം നടത്താൻ കോടതി പറഞ്ഞത്. പ്രതികരണത്തെയാണ് പേടിക്കുന്നത്. തീർച്ചയായും പ്രതികരണത്തിന് അർത്ഥമുണ്ട്. ഇസ്ലാമിക സമൂഹത്തിൻ്റെ മഹല്ലുകളെ അതിൻ്റേതായ ഉൾത്തടത്തിൽ ബലപ്പെടുത്തിയിട്ട് ആ മഹല്ലുകൾ പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട് ആ കൂട്ടായ്മകൾ ഞങ്ങളുടെ പ്രശ്നങ്ങളാണെന്ന് ഉറക്കെ പറയുന്ന പ്രതികരണങ്ങൾ കൊണ്ടല്ലാതെ ഇന്ത്യ രാജ്യത്ത് ഇനി നമ്മുടെ ഒരു പ്രശ്നവും പരിഹരിക്കാൻ പോകുന്നില്ല. മൗനം തീർച്ചയായും വലിയ അപകടവും ദുരന്തവുമാണ് ക്ഷണിച്ചു വരുത്തുന്നത്. കർഷകരുടെ കൂട്ടായ്മ സൃഷ്ടിക്കുന്ന ബഹളങ്ങൾക്ക് മുമ്പിൽ ഗവൺമെന്റുകൾ പതറുമ്പോൾ നിങ്ങൾ കാണുന്നില്ലേ? പ്രതികരണമുള്ള ഏതൊരു സമൂഹത്തിൻ്റെയും പ്രശ്നങ്ങളിൽ NRC CIA പ്രശ്നം വന്നപ്പോൾ
നമ്മളെല്ലാവരും ഞങ്ങൾക്കതൊരു പ്രശ്നമാണെന്ന് പറഞ്ഞിറങ്ങി തിരിച്ചു. ഒരു നീണ്ട കാലം അത് ഫ്രീസ് ചെയ്യാൻ കേന്ദ്രത്തിൻ്റെ ഗവൺമെൻറ് നിർബന്ധിതമായില്ലേ? നമ്മൾ ഒരുമിച്ച് പറയുകയും നമ്മുടെ അജണ്ട നമ്മൾ നിർണയിക്കുകയും ചെയ്താൽ അതിനോടൊപ്പം വരാൻ മതേതരന്മാരും ഉണ്ടാകും. പക്ഷെ നമ്മൾ നമ്മുടെ അജണ്ടയെ മതേതരന്മാർക്ക് വിട്ടുകൊടുക്കുക. ഇപ്പോൾ ഒരു പുതിയ സംവിധാനം രൂപപ്പെട്ടിരിക്കുന്നതാ. നമ്മളൊന്നും പറയണ്ട, മതേതരന്മാർ പറയട്ടെ എന്ന്. മതേതരന്മാർ അല്ലല്ല പറയും. അവരെന്തിനാ പറയുന്നത്? നമ്മൾ പറയാത്തത് മതേതരന്മാരെന്തിനാ പറയണേ? പറയേണ്ടത് നമ്മൾ തന്നെയാണ്. നിങ്ങൾ പറയുമെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടതാണെങ്കിൽ ശരീഅത്ത്, രാജീവ് ഗാന്ധിയുടെ കാലത്ത് ശരീഅത്ത് ബില്ല് ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിച്ച് മുസ്ലിം സ്ത്രീകൾക്കുള്ള ജീവനാംശ നിയമം അവതരിപ്പിച്ച് പാസാക്കിയെടുത്തത് രാജീവ് ഗാന്ധിയുടെ നിർദ്ദേശമനുസരിച്ച് കോൺഗ്രസിൻ്റെ മുഴുവൻ പിന്തുണയും വിപ്പ് നൽകി അവരുടെ എല്ലാവരുടെയും വോട്ടുറപ്പ് വരുത്തിക്കൊണ്ട് കോൺഗ്രസ്സാണ്. എന്താണ് കാരണമെന്നറിയോ? അത് ഞങ്ങളുടെ ജീവൻ മരണ പ്രശ്നമാണ്, ഞങ്ങളതിൽ വിട്ടുവീഴ്ച ചെയ്യുകയില്ല, ഏക സിവിൽ കോഡ് ഞങ്ങൾ അംഗീകരിക്കില്ല. ഇപ്പോൾ ആ പ്രശ്നം നമ്മൾ വന്നിരിക്കുക. അന്ന് ആസയേദു ഹിമാചലം ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഉജ്ജ്വലനായ നേതാവ് മൗലാന അലിമിയാൻ അബുൽ ഹസൻ അലി നദിവിയുടെ നേതൃത്വത്തിൽ ഒരേ ശബ്ദത്തിൽ നാം ശബ്ദിച്ചപ്പോൾ, പ്രതികരിച്ചപ്പോൾ അത് ഗൗരവമുള്ള പ്രശ്നമായി പാർലമെന്റിന് തോന്നി, ഭരിക്കുന്നവർക്ക് തോന്നി, നീതിപീഠത്തിന് തോന്നി. അതിൻ്റെ ഫലമായിട്ടാണ് അതിന് പരിഹാരമുണ്ടായത്. പ്രതികരണം എന്നോ നാം മാറ്റിവെച്ചു. പ്രതികരണത്തിൻ്റെ മേഖലയിലെ നമ്മുടെ ആ നിസ്സംഗത എന്നാണോ രാജ്യത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും അധികാര കേന്ദ്രങ്ങൾക്കും ബോധ്യമായത്, അന്ന് തുടങ്ങി നമ്മുടെ നേരെയുള്ള നിരന്തരമായ അവസാനമില്ലാത്ത അവിരാമമായ ഭേദ്യങ്ങളുടെയും നീതി നിഷേധങ്ങളുടെയും പരമ്പരകൾ ആരംഭിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ട് പ്രതികരണം എന്ന് പറയുന്നത് അത്ര നിസാരമാണ് എന്ന് നാം ആരും കരുതി പോകരുത്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അതുകൊണ്ട് വൈകി ഈ സമയത്ത് ദീർഘിപ്പിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പരിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ ആയത്തിൻ്റെ അർത്ഥം മാത്രം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ പറഞ്ഞ കാര്യത്തിന് ഉപോത്ബലകമായി അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ, ഒരു കാരണവുമില്ലാതെ തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവർ ബുൾഡോസർ രാജിലൂടെ, ഒരു കാരണവുമില്ല, ഒരു നീതീകരണവുമില്ലാതെ പുറന്തള്ളപ്പെട്ടവർ. ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്, അവർ അള്ളാഹു, ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആണെന്ന് പറയുന്ന മുസ്ലിമീങ്ങളായിപ്പോയെന്ന് തെറ്റല്ലാതെ ചെയ്തിട്ടില്ലാത്ത ആളുകൾ, അവരെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു, അവർക്ക് ഉദിനലില്ലദീന യുഖാത്തുലൂന ബി അന്നഹും ളുലിമു, അവർക്ക് പൊരുതി നിൽക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ടുള്ള ആയത്താണ് അവിടെ പറയുന്നത്. അവർക്ക് പൊരുതാനുള്ള അനുവാദം നൽകുകയാണ് പരിശുദ്ധ ഖുർആൻ. അതിനുശേഷം അള്ളാഹു പറയുന്നത് വലൗലാ ദഫഉല്ലാഹി الناس ബഅ്ളഹും ബിബഅ്ളിൻ ലഹുദ്ദിമത് സവാമിഉ വബിയഉ വസലവാതുൻ വമസാജിദു യുദ്കറു ഫീഹി ഇസ്മുല്ലാഹി കസീറാ വലയൻസുറന്നല്ലാഹു മൻ യൻസുറു ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണത് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. വലൗലാ ദഫഉല്ലാഹി الناس ബഅ്ളഹും ബിബഅ്ൾ, ജനങ്ങളിൽ ഒരു ചിലരെ മറ്റു ചിലരെ കൊണ്ട് തടയുന്ന ഒരു ബലതന്ത്രം അള്ളാഹു ഈ ലോകത്ത് നിലനിർത്തിയില്ലായിരുന്നെങ്കിൽ, ജനങ്ങൾ, അതായത് ഭരണകൂടം തടയുന്ന, കോടതി തടയുന്ന, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനങ്ങളിലൂടെ തടയുന്നതെന്നല്ല, ജനങ്ങളിൽ ഒരു ചിലർ മറ്റു ചിലരെ തെറ്റുകളിൽ നിന്ന് തടയുന്ന ഒരു സംവിധാനം ഈ ലോകത്ത് അള്ളാഹു നിലനിർത്തിയില്ലായിരുന്നെങ്കിൽ, പടച്ചവൻ നിലനിർത്തിയതാണ് എന്ന് പറഞ്ഞാൽ പടച്ചവൻ അത് നിലനിന്ന് കാണാൻ ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ അത് ഇല്ലായിരുന്നെങ്കിൽ ലഹുദ്ദിമത് സവാമിഉ, ക്രിസ്ത്യൻ പള്ളികൾ തകർന്നു പോയേനെ. ആദ്യം പറയണത് മുസ്ലിം പള്ളിയല്ല, ക്രിസ്ത്യൻ പള്ളി തകർന്നു പോയേനെ. വബിയഉൻ, ജൂത സിനഗോഗുകൾ തകർക്കപ്പെട്ടേനെ. ഓ മസാജിദ് വസലവാത്തു, ഹൈന്ദവ ദേവാലയങ്ങളും തകർക്കപ്പെട്ടേനെ. ഓ മസാജിദു യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീറാ, അള്ളാഹുവിൻ്റെ നാമം ഏറെ കീർത്തനം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ പള്ളികളും തകർക്കപ്പെട്ടു പോയേനെ എന്ന് അള്ളാഹു പറയുകയാണ്. അപ്പം ഇതെല്ലാം തകർന്നു പോകാൻ കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മോട് പറയുന്നത് എന്താ? ജനങ്ങൾ പരസ്പരം തടയുന്ന, അക്രമകാരികളെ പ്രതിരോധിക്കുന്ന ജനങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് അള്ളാഹു അല്ലേ പറയുന്നത്. അപ്പോൾ ശക്തി കൊണ്ട് ഈ അക്രമകാരികളെ തടയാൻ, അധികാര കേന്ദ്രങ്ങളെ തടയാൻ, ബുൾഡോസറുമായി കടന്നു വരുന്ന ഔദ്യോഗിക സേനയെ തടയാൻ നമുക്ക് കഴിയില്ലെങ്കിൽ അപ്പണിക്ക് പോകരുതെന്നും അള്ളാഹു പറയുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ തടയാൻ കഴിയുന്നത് എങ്ങനെയാ? നമുക്ക് തടയാൻ കഴിയുന്നത് നമ്മുടെ ശബ്ദം ഉയർത്തിക്കൊണ്ടാണ്. അരുതെന്ന് പറയാൻ നമുക്കിന്ന് കഴിയും. ഇവിടെ അതൊരു പ്രതിരോധമാണ്, അതൊരു ദഫാണ്. ആ അരുതെന്ന് പറയൽ നിലച്ചു പോയാൽ പിന്നെ എന്താണ് ഇവിടെ സംഭവിക്കുക? എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുപോലും ഇല്ലാതാവുകയാണ്. പ്രതിരോധത്തിൻ്റെയും പ്രതികരണത്തിൻ്റെയും
അടിസ്ഥാനപരമായ സ്വഭാവങ്ങൾ നഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാം തകരുകയാവും ഫലമെന്ന് അള്ളാഹു പറയുകയാണ്. ആ തകർച്ച ഇവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹു പറയുന്നത് വലയൻസുറന്നല്ലാഹു മൻ യൻസുറു, അള്ളാഹയെ സഹായിക്കുന്നവനെ അള്ളാഹയും സഹായിക്കുന്ന. ഇവിടെ എന്ത് സഹായം അള്ളാഹയെ സഹായിക്കല്? ഈ ചർച്ചും ഈ സിനഗോഗും ഈ ക്ഷേത്രങ്ങളും ഈ പള്ളികളുമൊക്കെ നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള ജനകീയ പ്രതിരോധം, അത് പറഞ്ഞിട്ട് അള്ളാഹയെ സഹായിക്കുന്നവനല്ല, അത് അള്ളാഹയെ സഹായിക്കലാണ്. ഖുർആന്റെ നസ്സല്ല ഇത്, അത് അള്ളാഹയെ സഹായിക്കലാണ്. അള്ളാഹയെ സഹായിച്ചാൽ മാത്രം അള്ളാഹ് നിങ്ങളെ സഹായിക്കും, അല്ലാതെ അള്ളാഹയുടെ സഹായവും കാത്ത് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് പടച്ച തമ്പുരാൻ നമ്മളോട് പറയാം. അപ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, അള്ളാഹുവിനെല്ലാം കഴിയും, അവൻ പ്രതാപിയുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ആഗ്രഹിക്കുന്ന കാര്യം ചെയ്തുകൊണ്ട് അള്ളാഹയെ നിങ്ങൾ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ജനകീയ പ്രതിരോധം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഒരൊച്ച പോലും ഉയരുന്നില്ല എന്ന് മാത്രമല്ല, ഞാനല്പം വേദനയോടുകൂടി ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പറയട്ടെ, രാമക്ഷേത്രം മതേതരത്വത്തിൻ്റെ പ്രതീകമാണെന്ന് വരെ പറഞ്ഞു കളഞ്ഞില്ലേ? എനിക്ക് വേദനയുണ്ട്, നിങ്ങൾക്കുണ്ടായാലും ഇല്ലേലും ഇല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ പിന്നെ എന്തേലും ഇനി പറയാനുണ്ടോ? നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? രാജ്യത്തെ മതേതരത്വത്തിൻ്റെ പ്രതീകമാണെന്ന് ഈ രാജ്യത്തെ മതേതരന്മാർ പറയുന്നില്ല, മതേതര പ്രസ്ഥാനങ്ങൾ പറയുന്നില്ല, അതുപോലെ തന്നെ നല്ലവരായ ബഹുഭൂരിപക്ഷം ഹിന്ദു ജനത പറയുന്നില്ല. ആകെ പറയുന്നത് അതിടിച്ചു പൊളിച്ച ഫാസിസ്റ്റുകൾ മാത്രമാണ്. പക്ഷേ നമ്മുടെ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്നും എന്തോ കാരണമെന്തൊന്നും എനിക്കറിയില്ല, അത്തരം ശബ്ദങ്ങൾ വരുമ്പോൾ സത്യത്തിൽ ഇത്തരം ശബ്ദങ്ങൾ എന്നേക്കുമായി നിലച്ചു പോവുകയാണോ? പ്രതിരോധത്തിൻ്റെ പ്രതികരണത്തിൻ്റെ ശബ്ദങ്ങൾ എന്നേക്കുമായി നമ്മുടെ രാജ്യത്ത് നിലച്ചു പോവുകയാണോ എന്ന കനത്ത ഭീതി എനിക്കുണ്ട്. നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഇനി ഗ്യാൻവാപ്പിയിലും തന്നെയല്ലേ സംഭവിക്കുക? കാശിയിലും ഇതിനപ്പുറത്ത് എന്തെങ്കിലും പറയാൻ കഴിയുമോ? കാരണം കോടതികൾ കണ്ടില്ലേ ഗ്യാൻവാപ്പിയിൽ അവിടെ ശിവലിംഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹിന്ദു ഭക്ത പരാതി കൊടുത്ത മാത്രയിൽ ASI നടത്തിക്കൊള്ളാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് നിർദ്ദേശം കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആ ശിവലിംഗം അവിടെ കണ്ടെടുത്താൻ വേണ്ടിയിട്ടുള്ള വല്ല അടയാളങ്ങളും സിമ്പലുകളും ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാൻ ഉപദേശം കൊടുക്കുന്ന കോടതികളാണ്. ആ കോടതികൾ അതേ വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാബരി മസ്ജിദിൻ്റെ അതേ വഴിയിൽ പൊളിച്ചിട്ടില്ല അമ്പലമെങ്കിലും, പള്ളി പൊളിച്ചത് തെറ്റാണെങ്കിലും, വിഗ്രഹം വെച്ചത് തെറ്റാണെങ്കിലും പൊളിച്ചവന് പള്ളി കൊട് എന്ന് പറഞ്ഞ അതേ വഴിയിൽ ഗ്യാൻവാപ്പിയിലും കോടതി സഞ്ചരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇത് തെറ്റാണെന്ന് പറയുന്ന ശബ്ദം പോലും ഇല്ലാതെ പോയാൽ പിന്നെ ഇതൊരിക്കലും ബാബരി മസ്ജിദിന് ശേഷം നിർമ്മിക്കപ്പെട്ട പിടിച്ചുപറി അമ്പലം അതൊരിക്കലും മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമാവുകയില്ലല്ലോ. ഗ്യാൻവാപ്പി ഇതേ രീതിയിൽ കോടതിയുടെ പിൻബലത്തോടുകൂടി അവിടെ ക്ഷേത്രമായാൽ ഇപ്പോൾ തന്നെ ആരാധന, ഇസ്ലാമിക ആരാധനയോടൊപ്പം പൂജ കൂടി നടക്കുകയാണ്. ഒരേ പള്ളിയിൽ തന്നെ പൂജ നടക്കുകയാണ്. അവിടേക്ക് എത്തിയിരിക്കുന്നു. കാശി ഞങ്ങളുടെ അജണ്ടയാണെന്ന് രാജ്യത്തെ ഏറ്റവും ഭീകര മനോഭാവമുള്ള മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഏതാണ് നടക്കാത്തവരുടെ അജണ്ടകൾ? മുത്തലാഖ് അവർ പ്രഖ്യാപിച്ചതാണ്, നടത്തിയില്ലേ? 370 വകുപ്പ് എടുത്തു കളയുമെന്ന് അവർ പ്രഖ്യാപിച്ചതാണ്, നടത്തിയില്ലേ? അവർ ഏക സിവിൽ കോഡ് കൊണ്ടുവരുമെന്ന് പറഞ്ഞതാണ്. മതനിരോധന നിയമം എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം. മതനിരോധന നിയമം കൊണ്ടുവന്നില്ലേ? ഉത്തരാഖണ്ഡിലോ ജാർഖണ്ഡിലോ എവിടെയാണത് വന്ന ആദ്യം? അവർക്ക് നടപ്പാക്കാൻ പറ്റുന്ന സ്റ്റേറ്റിൽ അവരത് നടപ്പാക്കിയില്ലേ? അതുപോലെ തന്നെ ഞങ്ങൾ പൊളിച്ചെടുക്കും പിടിച്ചെടുക്കുമെന്ന് പറയുന്ന ആരാധനാലയങ്ങളെല്ലാം അവർ പിടിച്ചെടുക്കുകയില്ല എന്ന് ഇനിയും വിചാരിക്കാൻ എന്തുണ്ട് ന്യായം നമുക്ക് മുമ്പിൽ? അവിടെ അള്ളാഹു നമ്മോട് പറഞ്ഞു തരുന്നത് ഒരു പ്രതിരോധത്തെക്കുറിച്ചാണ്. ജനങ്ങളിൽ ചിലർ മറ്റു ചിലരെ തടയണം. അക്രമികളെ, ആക്രമിക്കപ്പെട്ടവർ തടയണം. എങ്ങനെ തടയണം? വാളും വടിയും കൊണ്ട് തടയൽ മാത്രമല്ല, തടയൽ പ്രതിഷേധത്തിൻ്റെ വ്യത്യസ്തമായ ശബ്ദങ്ങൾ. സിഖുകാർ നടത്തിയത് വാളും വടിയും കാട്ടിയുള്ള തടയലല്ല. കർഷകർ നടത്തിയത് അത്തരത്തിലല്ല. NRC CAAയിൽ അങ്ങനെയല്ല. അക്രമവിരുദ്ധമായ അഹിംസാ മാർഗത്തിലൂടെ ഭരണഘടനാദത്തമായ അവകാശം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പ്രതിഷേധ ജ്വാലകൾ നമ്മുടെ രാജ്യമാസകലം ഉയർന്നു വരുന്ന വിധത്തിലേക്ക് നമ്മുടെ കൂട്ടായ്മകളെ ബലപ്പെടുത്തുന്നതിൻ്റെ ആലോചനയാണ് മഹല്ല് കൂട്ടായ്മ. എറണാകുളം ചെറുതാണെങ്കിലും ഇതിൻ്റെ നേതാക്കന്മാരത്ര വലിയവരൊന്നും അല്ലെങ്കിലും ഈ ഒരാഗ്രഹമേ മുന്നിൽ വയ്ക്കുന്നുള്ളൂ. അതിന് നമുക്കൊന്ന് കൈകോർത്ത് പിടിച്ചുകൂടെ എന്നേ ചോദിക്കുന്നുള്ളൂ. അല്ലാതെ ഒന്നുമില്ല. ആരുടെയും അസ്തിത്വം തകർക്കാനല്ല, ആരോടും അമിതമായ വിധേയത്വമില്ല എന്ന പോലെ ഒരാളോടും ഒരു വിരോധവുമില്ല. എല്ലാവരും നമ്മുടെ സമൂഹത്തിൻ്റെ അനിവാര്യ ഭാഗങ്ങളാണ്.
അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൂട്ടായ്മയെ നമ്മൾ ബലപ്പെടുത്തിയില്ല എങ്കിൽ, മതേതരന്മാർ നമുക്ക് വേണ്ടി ശബ്ദിക്കണമെങ്കിൽ, അസ്തിത്വബോധം, അസ്തിത്വത്തിൻ്റെ വക്താക്കൾ, അസ്തിത്വ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന സമൂഹത്തിൻ്റെ നേതാക്കൾ അവരുടെ ആവശ്യങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങളാണെന്ന് അവരാദ്യം പറയണം. നമ്മുടെ നേതാക്കന്മാർ പറയണം ഇത് ഞങ്ങളുടെ പ്രശ്നമാണെന്ന്, ഞങ്ങൾക്ക് പ്രശ്നമില്ലെന്ന് പറയരുത്. അപ്പം അവർ പറയൽ നിർത്തി പറയേണ്ട ആളുകളെ കൊണ്ടും പറയുന്നിടത്തു നിന്ന് പിന്തിരിപ്പിക്കുന്ന നിലപാടുകളിലേക്ക് എത്തി നമ്മൾ പൂർണ്ണ മൗനത്തിൽ മാണ്ടാൽ നമ്മളോട് മൗനം പാലിക്കണമെന്ന് ആരാണ് പറഞ്ഞത്? ഇന്ത്യയുടെ ഭരണഘടന ഈ അനീതികൾക്കെതിരിൽ മൗനം പാലിക്കണമെന്ന് നമ്മളോട് പറയുന്നുണ്ടോ? ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കോടതികൾ നിങ്ങൾക്കൊരു പ്രതിഷേധത്തിൻ്റെ ശബ്ദമുയർത്താൻ പാടില്ല, സമാധാനപൂർണമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ പാടില്ല എന്ന് ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? നമ്മളോട് പറയാത്ത കാര്യം നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? നമ്മളോട് പറയാത്ത ഭരണഘടനാദത്തമായ നമ്മുടെ അവകാശങ്ങളെ നമ്മൾ എന്തിനാണ് അടിയറ വയ്ക്കുന്നത്? നമുക്ക് അനുവാദമുള്ളിടത്ത് നാം ചെയ്യേണ്ടത് ചെയ്തോ? നിങ്ങൾക്കറിയാമല്ലോ സുപ്രസിദ്ധമായ ഹദീസ്, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഹദീസ് എന്താണ്? മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദി. തെറ്റ് കണ്ടാൽ ശക്തി കൊണ്ട് തന്നെ തടയണം. ഒരുത്തനെ തല്ലുന്നത് കണ്ടാൽ ആ മർദ്ദകനെ, അക്രമിയെ പിടിച്ചു മാറ്റിയിട്ട് ആ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുമെങ്കിൽ കൈയുടെ ശക്തി, കായിക ശക്തി ഉപയോഗിച്ച് തടയണം. പറ്റുമെങ്കിൽ പറ്റില്ലെങ്കിൽ പോരുത്. കാരണം ഇവൻ അടിമേടിക്കും ചിലപ്പോൾ. അങ്ങനെ തടയാൻ പോയ ആളുകൾ കുത്തേറ്റ് മരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പറ്റുകയില്ല, പണിക്ക് പോരുത്. ഇന്നിപ്പോൾ നമുക്ക് ശക്തി ഉപയോഗിച്ചൊന്നും ഈ രാജ്യത്തിൻ്റെ ഈ അപകടകരമായ അവസ്ഥയെ ശക്തിയും വടിയും വാളും ബോംബും തോക്കും ഒന്നും ഉപയോഗിച്ച് അല്ലെങ്കിലും പറ്റില്ല. നമ്മൾ തടയാൻ ശ്രമിക്കുന്നത് മൗഢ്യമാണ്, അപകടകരമാണ്. അത്തരത്തിൽ ഒരു നീക്കവും നമ്മൾ നടത്തരുത്. അവിടെ നിസ്സഹായാവസ്ഥ അള്ളാഹുവിനറിയാം, അള്ളാഹുവിൻ്റെ റസൂലിനറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മളോട് പറഞ്ഞു, ഫൈലം യസ്തത്തി, നിങ്ങൾക്കത് കഴിയാതെ പോകുന്ന സമയം വന്നാൽ, തൊട്ട് പുറകെ അത് പറയണ്ട്, ഫബിലിസാനിഹി, നിങ്ങളുടെ നാക്ക് ഉപയോഗിക്കുന്നതിന് നിങ്ങൾക്ക് തടസ്സമില്ലെങ്കിൽ അത് ഉപയോഗിക്കണമെന്ന്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കണ്ടേ? അതാണ് യഥാർത്ഥത്തിൽ ഈ കൂട്ടായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടായ്മയുടെ ഈ ഒരു മെസ്സേജ് നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ, അൽഹംദുലില്ലാഹ്, കണ്ടന്തറ മുസ്ലിം ജമാഅത്തിൻ്റെ ഈ ഹാളിൽ ഇത് നടക്കുകയും ജമാഅത്തിൻ്റെ ഭാരവാഹികൾ ഇതിനോട് സഹകരിക്കുകയും നിങ്ങളൊക്കെ വന്നുകൂടി ഇതൊരു വലിയ ആൾക്കൂട്ടമൊന്നുമല്ലെങ്കിലും ഈ ഒരു സന്ദേശം നിങ്ങൾ ഓരോരുത്തരും അംഗീകരിക്കുകയും ഇത് ഉണരുകയും ചെയ്യുന്നവരാണെന്നത് തീർച്ചയായും ഒരു വലിയ ശുഭാപ്തി വിശ്വാസമാണ്. എപ്പോഴും യാഥാർത്ഥ്യബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നത് വലിയ ആൾക്കൂട്ടങ്ങളായിരിക്കുകയില്ല. രണ്ടാമത് പറഞ്ഞത് നിങ്ങൾ നാവ് ഉയർത്തണമെന്നല്ലേ റസൂലുള്ള പറഞ്ഞല്ലേ? നിങ്ങൾക്കത് പറ്റില്ലെങ്കിൽ നാവ് ഉയർത്തണമെന്നല്ലേ പറഞ്ഞത്? നാവ് ഉയർത്താൻ പറ്റുമായിട്ട് നാവ് ഉയർത്തിയില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ നമ്മൾ ധിക്കരിക്കുകയല്ലേ? ഇപ്പോൾ നാവ് ഉയർത്താൻ പറ്റില്ലേ? നമ്മൾ നാവ് ഉയർത്തുകയാണ്. നമ്മളാലാവും വിധം നാം നാവ് ഉയർത്തുകയാണ്. നിന്റെ നാവും ഉയർത്തിക്കൂടാ എന്ന് വരുന്നൊരു സാഹചര്യം വന്നുകൂടായികയില്ല. അന്ന് നമ്മൾ പിന്നെ നാവ് ഉയർത്തില്ല, പറ്റില്ല. നമ്മൾ സ്വയം ബലി കൊടുക്കുകയില്ല, ആത്മഹത്യാപരമായ പ്രവർത്തനങ്ങൾ ചെയ്യില്ല. പക്ഷെ ഇന്നതില്ലല്ലോ. പക്ഷെ ഇതില്ലാതാകുന്നതിനും 10 കൊല്ലം മുമ്പേ നമ്മൾ നാവ് ഉയർത്തുന്നത് നിർത്തിയാൽ ആരായിരിക്കും പ്രതി? ആ ഒരു സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് നഷ്ടപ്പെടുന്നതിന് ഒരു 10 കൊല്ലം മുമ്പേ നാവ് ഉയർത്തുന്നത് പോലും വേണ്ട. മൂന്നാമതോ ഇനി അതുമില്ലാതായാൽ നിങ്ങൾ ഈ കൊള്ളരുതായികളെ മനസ്സുകൊണ്ട് വെറുക്കണമെന്നാണ് മുഹമ്മദ് മുസ്തഫ പറഞ്ഞത്. ഫബി ഖൽബിഹി. അപ്പോൾ എവിടെ എത്തി? ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്രം പണിതത് രാജ്യദ്രോഹമാണ് എന്ന ആ മനസ്സ്, അതിനോടുള്ള വെറുപ്പ് നിങ്ങൾക്ക് നിലനിൽക്കണം. അത് മതേതരത്വത്തിൻ്റെതാണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ട് അതിനോടുള്ള വെറുപ്പ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകരുത്. ഹദീസല്ലേ അത്? പറയുമ്പോൾ വെറുപ്പും പോയെന്നല്ലേ? അങ്ങനെ പോയാലോ ഫദാലിക അദ്അഫുൽ ഈമാൻ, അത് ഈമാൻ്റെ അങ്ങേയറ്റത്തെ ദൗർബല്യമാണ്. അങ്ങനെയൊക്കെ ആയാൽ പിന്നെ എന്താ ഇപ്പോൾ സ്ഥിതി? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൂട്ടായ്മയ്ക്ക് സ്ഥാനമുണ്ട്, പ്രസക്തിയുണ്ട്. ഈമാനിലേക്ക് മടങ്ങണം, അമലു സ്വാലിഹാത്തിലേക്ക് മടങ്ങണം, അള്ളാഹുവിനോടുള്ള ബന്ധവും അടുപ്പവും രൂഢമൂലമാക്കണം. പക്ഷെ അതിനും മഹല്ലുകൾ തന്നെയാണ് നേതൃത്വം നൽകേണ്ടത്. ബഹുമാന്യനായ ഉസ്താദ് പറഞ്ഞതുപോലെ ഒരല്പം പവർ ആരുടെ കൈകളിലാണോ ഉള്ളത് അവർ ദഅവത്തിൻ്റെ കടിഞ്ഞാൺ പിടിക്കണം. അങ്ങനെ നമുക്കൊന്ന് ശ്രമിച്ചുകൂടെ? ആവുന്നത്ര മഹല്ലുകൾ നമുക്കങ്ങനെ പ്രവർത്തിച്ച് മറ്റ് മഹല്ലുകൾക്ക് മാതൃകയാകാം. പടച്ച തമ്പുരാൻ നമ്മുടെ ഈ കൂട്ടായ്മയെ വളർത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഇസ്തിഖാമത്തോടുകൂടി നാം ഉറച്ചു നിന്നാൽ ഇതിന് വിജയമുണ്ടാവുക തന്നെ ചെയ്യും. നമ്മൾ തോറ്റു പിന്മാറിയാൽ അതുണ്ടാവില്ല. RSSൻ്റെ 100 കൊല്ലത്തെ ഇസ്തിഖാമത്തിന് അള്ളാഹു കൊടുത്ത സമ്മാനമാണ്. ബാത്തിലിൻ്റെ ശക്തികൾ ഇസ്തിഖാമത്തിലാണെങ്കിൽ അള്ളാഹു അതിന് സമ്മാനം കൊടുക്കും. 100 കൊല്ലത്തെ ഇസ്തിഖാമത്താണത്. ഉറച്ചു നിന്ന് ഒന്നും കിട്ടാഞ്ഞ കാലത്ത്, ഒന്നും കിട്ടില്ല, പഞ്ചായത്ത് മെമ്പർ പോലും ഉണ്ടാവില്ലെന്ന കാലത്ത് RSS ഇസ്തിഖാമത്ത് കാണിച്ചപ്പോൾ അങ്ങനെയുള്ളവർക്കും അധ്വാനത്തിന് ദുനിയാവിൽ അല്ലാഹു കൂലി കൊടുക്കും. അതാണിത്.
ഹക്കിൻ്റെ വക്താക്കൾ ഇസ്തിഖാമത്ത് കാണിച്ചാൽ അള്ളാഹു സഹായിക്കില്ലെന്ന് ആരാണ് നമ്മളോട് പറഞ്ഞത്? അതുകൊണ്ട് തീർച്ചയായും ഈ സംഘം ഉറച്ചു നിൽക്കുമെങ്കിൽ അള്ളാഹു നമ്മെ വിജയിപ്പിക്കുന്നത് നമ്മുടെ കൺമുമ്പിൽ കാണുന്ന നാളുകൾ വിദൂരമല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ അക്കാര്യത്തിൽ പ്രതീക്ഷകൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി അവ്വലൻ വ ആഖിറ വ ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.